ഹേയ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഒരു വിശ്വാസിയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ കടമകളിൽ ഒന്നാണ് നമസ്കാരം, സലാത്ത്. എന്നാൽ ഇന്ന് പലരും അത് ഒഴിവാക്കുകയോ അല്ലെങ്കിൽ താമസിപ്പിക്കുകയോ അല്ലെങ്കിൽ അതിൽ അലസത പ്രകടിപ്പിക്കുകയോ ചെയ്യുന്നു. ഖുർആനും ഹദീസും നമ്മോട് ഒരുപോലെ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. നമസ്കാരം ഒഴിവാക്കുന്നവരുടെ അവസ്ഥ എന്നത് വളരെ ഡേഞ്ചറസ് ആയിരിക്കുമെന്ന്. നമസ്കാരത്തിന് ഒരുപാട് പ്രാധാന്യമുണ്ട്. കാരണം നമസ്കാരം എന്നത് ഇസ്ലാമിൻ്റെ രണ്ടാമത്തെ തൂണാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിരിക്കുന്നു, അടിമയുടെ പ്രവൃത്തികളിൽ ഏറ്റവും ആദ്യം ഹിസാബ് എടുക്കുന്നത് നമസ്കാരമാണ്. അത് ശരിയായാൽ അവൻ്റെ ബാക്കിയുള്ള പ്രവൃത്തികളും ശരിയാകും. അത് തെറ്റായാൽ അവൻ്റെ ബാക്കിയുള്ള എല്ലാ പ്രവൃത്തികളും തെറ്റും. നമസ്കാരം എന്നത് മനസ്സിന് സമാധാനവും ഹൃദയത്തിന് ശാന്തിയും പാപങ്ങളെ കഴുകിക്കളയുകയും ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്. നമസ്കാരം ഒഴിവാക്കുന്നവരുടെ അവസ്ഥയെക്കുറിച്ച് ഖുർആനിലൂടെ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അള്ളാഹു പറയുന്നു, നിങ്ങളെ ജഹന്നം എന്ന നരകത്തിൽ പ്രവേശിപ്പിച്ചത് എന്തിനാണ്? അപ്പോൾ അവർ പറയും, ഞങ്ങൾ നമസ്കാരം ചെയ്യുന്നവരിൽ ഒരാളുമായിരുന്നില്ല. അതുപോലെ ഹദീസിലൂടെ പറയുന്നു, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിരിക്കുന്നു, നമ്മളും അവർക്കുമിടയിൽ വേർതിരിക്കുന്ന അതിർത്തി എന്നത് നമസ്കാരമാണ്. അത് ഉപേക്ഷിക്കുന്നവൻ കാഫിറാകുന്നു. നമ്മുടെ ഈ ദുനിയാവിൽ നമസ്കാരം ഉപേക്ഷിച്ചാലുണ്ടാകുന്ന അവസ്ഥകൾ വളരെ മോശമായിരിക്കും. നമ്മുടെ മനസ്സിൽ എപ്പോഴും ടെൻഷനും സ്ട്രെസ്സും ആയിരിക്കും. ഒരിക്കലും ഒരു സമാധാനം ഉണ്ടാവില്ല. അതുപോലെ അവരുടെ ജീവിതത്തിൽ ബർക്കത്ത് ഉണ്ടാവില്ല. കൂടാതെ അവർ പാപത്തിലേക്ക് എപ്പോഴും വഴുതി വീണുകൊണ്ടേയിരിക്കും. ദുനിയാവിലുണ്ടാകുന്ന ഈ അവസ്ഥകൾ പോലെ തന്നെ ആഖിറത്തിലും നമ്മെ നേരിടുന്നത് വളരെ ഭീകരമായ അവസ്ഥകളായിരിക്കും. നമ്മോട് ആദ്യം ചോദിക്കുക നമ്മുടെ നമസ്കാരത്തെക്കുറിച്ചായിരിക്കും. അതുപോലെ ഖിയാമത്ത് ദിനത്തിൽ നമസ്കാരം ചെയ്യുന്നവർക്ക് പ്രകാശം കിട്ടുകയും അത് ഒഴിവാക്കുന്നവർക്ക് ഇരുട്ടായിരിക്കും നേരിടേണ്ടി വരിക. അതുപോലെ നമസ്കാരം ഉപേക്ഷിച്ചവരെ ജഹന്നം എന്ന നരകത്തിന്റെ വാതിൽ അവർക്ക് മുമ്പിൽ തുറന്നിരിക്കും. ഈ ഒരു കാര്യങ്ങളെല്ലാം അറിഞ്ഞുകൊണ്ടും എന്തിനാണ് നമസ്കാരം ഒഴിവാക്കുന്നത്? ഒന്നുകിൽ അവരുടെ ജോലിയിലെ തിരക്ക് കൊണ്ടായിരിക്കും, അല്ലെങ്കിൽ അവരുടെ ടയേർഡ്നെസ് കൊണ്ടായിരിക്കും, അല്ലെങ്കിൽ അവർ പിന്നെ ചെയ്യാമെന്ന് പറഞ്ഞ് സമയം നീക്കി വെക്കും. ഇത് തീർച്ചയായും പിശാചിന്റെ വഞ്ചനയാണ്. അവൻ നമ്മുടെ മനസ്സിൽ ഇത് ഇപ്പോൾ നമസ്കരിക്കണ്ട, അല്ലെങ്കിൽ പിന്നെ ചെയ്യാം, നാളെ തുടങ്ങാം എന്ന് നമ്മെ പറഞ്ഞ് താമസിപ്പിച്ചുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ നിങ്ങൾ ഇന്നലെ വരെ നമസ്കാരത്തെ ഒഴിവാക്കിയിട്ടുണ്ടാകാം, അല്ലെങ്കിൽ താമസിപ്പിച്ചിട്ടുണ്ടാകാം. അതുകൊണ്ട് ഇന്നത്തെ ദിവസം കൊണ്ട് നിങ്ങൾ തുടങ്ങുക. അല്ലാഹു ഖുർആനിലൂടെ പറയുന്നു, തങ്ങൾ ചെയ്ത തെറ്റുകളിൽ നിന്നും മടങ്ങി ഈമാൻ കൊണ്ട് നല്ല പ്രവൃത്തികൾ ചെയ്യുന്നവർക്ക് അള്ളാഹു തെറ്റുകൾ നന്മയായി മാറ്റിത്തരും. പലരുടെയും മനസ്സിൽ പിശാജ് അവന്റെ വഞ്ചന ഇൻജക്റ്റ് ചെയ്തിട്ടുണ്ടാകും. അതുകൊണ്ട് തന്നെ അവർക്ക് അതിൽ നിന്ന് തിരിച്ചു വരാൻ വേണ്ടിയിട്ട് കുറച്ച് പ്രയാസമുണ്ടാകും. അതിനാൽ ഒരു ചെറിയ ചുവട് ഇന്ന് തുടങ്ങുക. ഒരു നമസ്കാരം കൊണ്ട് തുടങ്ങുക. പിന്നീട് അത് 5 നേരത്തെ നമസ്കാരം പതിവാക്കിക്കൊണ്ട് ശീലമാക്കുക. ഖുർആൻ കേൾക്കുക. നല്ല കൂട്ടുകാരുടെ കൂടെ സ്പെൻഡ് ചെയ്യുക. നമ്മുടെ സമയത്തെ ക്രമീകരിക്കുക. ഇവ നമ്മെ നമസ്കാരം ശീലമാക്കാൻ വേണ്ടി സഹായിക്കും. ഓർമ്മിക്കുക, ഓരോ നമസ്കാരവും അള്ളാഹുവിൻ്റെ മുമ്പാകെ നേരിട്ട് നിൽക്കുന്ന അവസരമാണ്. അള്ളാഹുവുമായി സംസാരിക്കാൻ കിട്ടുന്ന സമയം ഒരിക്കലും നഷ്ടപ്പെടുത്തരുത്. നമസ്കാരം ഒഴിവാക്കുന്നവർക്ക് നഷ്ടമാണ്, അത് ചെയ്യുന്നവർക്ക് വിജയം ഉറപ്പാണ്. ഫ്രണ്ട്സ്, ജീവിതം വളരെ ചുരുങ്ങിയതാണ്. എന്നാൽ നമസ്കാരം മാത്രമാണ് മരണാനന്തര ജീവിതത്തിൽ നമ്മുടെ രക്ഷ. ഇന്ന് തന്നെ തീരുമാനിക്കൂ, ഞാൻ ഇനി ഒരു നമസ്കാരവും ഒഴിവാക്കില്ല. അള്ളാഹു നമ്മെ എല്ലാവരെയും സ്ഥിരതയോടെ നമസ്കാരത്തിൽ പിടിച്ചു നിർത്തട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.